ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ ബ്ലൗസിൻ്റെ ബാൻഡ് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട തുടക്കക്കാർക്കൊക്കെ എപ്പോഴും കംപ്ലൈൻറ്റ് വരുന്നൊരു കാര്യമാണ് ബ്ലൗസിൻ്റെ ബാൻഡുകൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് കറക്റ്റ് ആവുന്നില്ല എന്ന്. അപ്പോൾ അതൊന്ന് ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ അതായത് നമുക്ക് രണ്ട് രീതിയിലുള്ള തുണികളാണ് നമ്മൾ ഇവിടെ എടുത്തിരിക്കുന്നത്. ഇത് നമ്മൾ സാധാരണ നോർമൽ ബ്ലൗസിൻ്റെതാണ്. ഇത് നമുക്ക് ഈ ഒരു ഡിസൈനൊക്കെ വരുന്നത് അതുകൊണ്ടോ കാഴ്ചപ്പുറമൊക്കെ നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ബാൻഡിൻ്റെ തുണിയാണ് ഈ ഒരു പീസ്. അപ്പോൾ നമുക്ക് ഈ ഒരു പീസിലാണ് ബാൻഡ് തയ്ക്കുന്നതെങ്കിൽ നമുക്ക് പെട്ടെന്ന് കാഴ്ചപ്പുറം മനസ്സിലാക്കിയെടുക്കാൻ കഴിയും. കണ്ടോ, കസവ് ഭാഗമൊക്കെ ഫിനിഷിങ് ഭാഗം നോക്കി നമുക്ക് ഇതുപോലെ നല്ല വശവും ഉൾവശവും നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് അതിനനുസരിച്ച് തയ്ച്ചു കൊടുത്താൽ നമുക്ക് ബാൻഡ് നമുക്ക് യാതൊരു വ്യത്യാസവും ഇല്ലാത്ത രീതിയിൽ കറക്റ്റായിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് എടുക്കാൻ പറ്റും. കണ്ടോ, കാഴ്ചപ്പുറം നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കി എടുക്കാൻ പറ്റും. എന്നാൽ നമുക്ക് ഇതുപോലെ വരും നമ്മൾ സാധാരണ ബ്ലൗസ് പീസിൽ നമ്മൾ ഇതുപോലെയുള്ള പീസ് നമ്മൾ ബാൻഡ് തയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഞാൻ കറക്റ്റ് നിങ്ങൾക്കൊന്ന് പറഞ്ഞു തരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും 100% ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാകും. അപ്പോൾ നമുക്കിത് സൈഡ് വശമാണ്, ഇത് നമ്മുടെ ഫ്രണ്ട് വശമാണ്, നേരെ കട്ട് ചെയ്തിരിക്കുന്ന ഫ്രണ്ട് വശമാണ്. അപ്പോൾ നമ്മൾ ഇവിടെ ഒരു മാർക്കിംഗ് കൊടുക്കുക. കണ്ടോ, ഇവിടെ നമ്മളൊരു മാർക്കിംഗ് കൊടുത്തിട്ടുണ്ട്. അതായത് നമുക്ക് ഫ്രണ്ട് ഭാഗം മനസ്സിലാക്കി എടുക്കാൻ വേണ്ടി ഇതുപോലെ ചെറിയൊരു മാർക്കിംഗ് കൊടുക്കുക. ഇനി നമുക്ക് തയ്ക്കാം. അപ്പോൾ നമ്മൾ ആദ്യം നമുക്കൊരു ലൈനിങ്ങിൽ ആദ്യം നമുക്കൊരു പാൻറ് പീസ് എടുക്കുന്നുണ്ട്, അതുപോലെ തന്നെ ലൈനിങ് പീസ് എടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് 3 പീസ് വെച്ചിട്ടാണ് നമ്മൾ തയ്ക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ അല്പം കട്ടി കൂടുതലുള്ള ഒരു പാൻറ് പീസ് വെച്ച് കൊടുക്കുന്നു. അതിനുശേഷം നമുക്കിവിടെ ലൈനിങ് പീസിനെ ഇതുപോലെ വെച്ച് കൊടുക്കാം. കണ്ടോ, നമുക്ക് ഉള്ളിലേക്ക് വരുന്ന പീസ് നമ്മൾ സെയിം പീസ് തന്നെയാണ് കട്ട് ചെയ്തെടുത്തത്. ഇനി നമുക്ക് അതിനുശേഷം നമുക്ക് ബാൻഡിനെ നമ്മൾ ഇവിടെ കറക്റ്റായിട്ട് ഇതുപോലെ വെച്ച് കൊടുത്ത് നമുക്ക് ഇവിടെ നിന്ന് സ്റ്റിച്ചിങ് തുടങ്ങുക. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് കറക്റ്റ് നമ്മുടെ സാധാരണ നമ്മൾ തയ്ക്കുന്ന തയ്യൽ തുമ്പ് തന്നെ വെച്ച് കറക്റ്റ് നമ്മളിവിടെ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നു. ഇനി നമുക്ക് രണ്ടാമത്തെ ബാൻഡ് നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങണം. അപ്പോൾ നമുക്ക് ഈ ഒരു ബാൻഡ് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങുമ്പോഴാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട മെയിൻ കാര്യമുള്ളത്. അതായത് നമ്മൾ രണ്ടാമത്തെ ബാൻഡ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇതിവിടെ ഇതുപോലെ വെച്ചു. ഇതുപോലെ വെച്ചാൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടെ നിന്ന് കണ്ടു, ഇത് നമ്മുടെ ഫ്രണ്ട് വശമാണ് നമ്മൾ മാർക്ക് ചെയ്തത്. ഇവിടെ നിന്ന് തുടങ്ങി നമ്മൾ ഫ്രണ്ട് വശം സ്റ്റിച്ചിങ് തുടങ്ങി നമ്മൾ സൈഡ് വശത്താണ് സ്റ്റിച്ചിങ് നിർത്തിയിരിക്കുന്നത് അല്ലേ. ഇനി നമുക്ക് രണ്ടാമത്തെ ബാൻഡ് സ്റ്റിച്ചിങ് തുടങ്ങേണ്ടത് ഇതുപോലെ സൈഡ് വശത്ത് തുടങ്ങി നമുക്ക് ഫ്രണ്ട് ഭാഗത്ത്, അതായത് നമ്മുടെ മാർക്ക് ചെയ്തിട്ടുള്ള ഫ്രണ്ട് ഭാഗത്തേക്കാണ് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങേണ്ടത്. ഇത് നിങ്ങൾ എന്തായാലും ശ്രദ്ധിച്ചേ മതിയാകൂ. അല്ലെങ്കിൽ നിങ്ങളിത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും ബാൻഡ് ശരിയായി കിട്ടില്ല. കാരണം ബാൻഡ് രണ്ടും ഒരേ വശത്തുള്ള ബാൻഡായിട്ടാണ് വരിക. അതുകൊണ്ട് അത് ശ്രദ്ധിച്ച് സ്റ്റിച്ച് ചെയ്യുക. ഇനി അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ബാൻഡിനെ നമ്മൾ ഇതുപോലെ നല്ലവണ്ണം ഒന്ന് നഖം വലിച്ചു കൊടുത്ത് ഇതിനെ നമ്മൾ ഇതുപോലെ ഈ ഒരു സ്റ്റിച്ചിൽ കൂടി ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുക. ഇതുപോലെ. അപ്പോൾ നമുക്കിതാണ് നമുക്ക് നല്ല വശം, നമ്മുടെ നല്ല ബാൻഡിൻ്റെ ഭാഗം ഇതാണ്. അപ്പോൾ നമ്മൾ ആദ്യം ഇവിടെ ഒരു പ്രഷർ വുഡിൻ്റെ വീതിയിൽ നമ്മളൊരു സ്റ്റിച്ചിങ് കൊടുക്കുക. ഇതുപോലെ പ്രഷർ വുഡിൻ്റെ വീതി സ്റ്റിച്ച് കൊടുക്കുന്നു. ഇതിന് ശേഷം നമ്മളിവിടെ മുകളിലോട്ട് ഈ ഒരു ഫ്രണ്ട് പാർട്ടിനെ മുകളിലോട്ട് സ്റ്റിച്ച് ചെയ്യുന്നു. ഇനി നമുക്ക് ഈ ഒരു ഭാഗത്ത് കൂടെയും സ്റ്റിച്ചിങ് ചെയ്യാം. കണ്ടോ, കറക്റ്റ് പതിച്ച് വെച്ച് ഇതുപോലെ സ്റ്റിച്ച് ചെയ്യുന്നു. ഇനി നമുക്ക് രണ്ടാമത്തെ ബാൻഡ് നമ്മൾ ആദ്യത്തെ ബാൻഡിൽ തയ്ച്ചതുപോലെ തന്നെ നല്ലവണ്ണം ഒന്ന് നഖം വലിച്ചു കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഇവിടെ ഇതുപോലെ കണ്ടോ, ഇതുപോലെ നല്ലവണ്ണം ഒന്ന് പ്രസ് ചെയ്തതിന് ശേഷം നമുക്ക് നല്ല വശം ഇതാണ്. ഇനി നമുക്ക് ഈ ഒരു നല്ല വശത്ത് നമുക്കൊന്ന് സ്റ്റിച്ചിങ് കൊടുക്കണം. അപ്പോൾ നമുക്ക് ഇവിടെയും ആദ്യത്തെ ബാൻഡിൽ തയ്ച്ചതുപോലെ പ്രഷർ വുഡിൻ്റെ വീതിയിൽ ഇവിടെ നിന്ന് കറക്റ്റ് ഇവിടെ ഒരു സ്റ്റിച്ചിങ് കൊടുക്കുന്നു. ഇനി നമുക്ക് ഇവിടെ ഈ ഒരു ഭാഗവും സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഈ ഒരു ഭാഗവും കറക്റ്റ് ഇതുപോലെ സ്റ്റിച്ച് ചെയ്യുന്നു. ഇനി നമുക്ക് താഴോട്ടേക്കും ഫ്രണ്ട് ഭാഗത്തിൻ്റെ ഈ ഒരു സൈഡും നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മളിവിടെ 2 ബാൻഡ് നമ്മളിവിടെ സ്റ്റിച്ചിങ് കൊടുത്തു. ഇനി നമുക്ക് ഇവിടെ കണ്ടോ, ഈ ഒരു ഭാഗം നമ്മൾ തയ്ച്ചിട്ടില്ല. കണ്ടോ, സൈഡ് ഭാഗം നമ്മൾ കുത്തനെ തയ്ച്ചിട്ടില്ല. എന്നാൽ നമുക്ക് ഫ്രണ്ട് ഭാഗത്തിൽ നമ്മൾ കുത്തനെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ആ ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞു തരാം. അതായത് നമുക്കിനി ഇവിടെ വരുന്ന ഈ ഒരു എക്സ്ട്രാ വരുന്ന പീസുകളില്ലേ, ആ ഒരു പീസുകളൊക്കെ നമുക്ക് കറക്റ്റ് കട്ട് ചെയ്ത് മാറ്റണം. നമ്മുടെ ബാൻഡിൻ്റെ മെയിൻ പീസിനനുസരിച്ച് കറക്റ്റ് കട്ട് ചെയ്ത് പറ്റും. ഇനി നമുക്ക് ഇവിടെ കണ്ടോ, ഇവിടെ നമ്മൾ സ്റ്റിച്ചിങ് ഇല്ല. ഇവിടെ നമ്മൾ എന്തുകൊണ്ടാണ് സ്റ്റിച്ചിങ് കൊടുക്കാതിരുന്നത്? ഇവിടെ നമ്മളൊരു 1.25 ഇഞ്ചൊക്കെ തയ്യൽ തുമ്പ് നമ്മൾ സൈഡ് വശത്തേക്ക് കൊടുക്കും. അപ്പോൾ നമുക്ക് ഇവിടെ സ്റ്റിച്ചിങ് വരിക ഇതിലൂടെയാണ് അല്ലേ. ഇതിലൂടെ സ്റ്റിച്ചിങ് വന്നാൽ ഈ ഒരു സൈഡില്ലേ, ഈ ഒരു സൈഡ് നമ്മൾ ഒന്നിക്കൽ കട്ടിങ് ചെയ്ത് കൊടുക്കുകയോ അല്ലെങ്കിൽ ഓവർലോക്ക് ചെയ്യുകയോ ചെയ്യും. എന്നാൽ നമ്മൾ ഈ ഒരു സൈഡ് കണ്ടോ, ഈ ഒരു സൈഡിലാണ് നമുക്ക്
ഹൂക്കൊക്കെ വെക്കുന്ന തീര തയ്ക്കുന്നത് ഇവിടെയാണ്. അതായത് ഒരു 1/4 ഇഞ്ച് തയ്യൽ തുമ്പ് വെച്ചിട്ടാണ് നമ്മൾ തയ്ക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ കറക്റ്റ് കിട്ടിയില്ലെങ്കിൽ ഇവിടെ ഇതുപോലെ തെന്നിമാറിപ്പോയാൽ, തുണി തയ്ക്കുന്ന സമയത്ത് 3 പീസ് ഉണ്ടാകും, ആ ഒരു ഭാഗം തെന്നിമാറിപ്പോയാൽ ഈ ഒരു സൈഡിൽ നിന്ന് നമുക്ക് അല്പം കഴിയുമ്പോൾ തന്നെ, ധരിച്ച് കുറച്ചു കാലം കഴിയുമ്പോൾ തന്നെ ഇവിടെ നിന്ന് തുണികൾ പിന്നി വരും. അത് നിങ്ങൾ പലപ്പോഴും നിങ്ങൾക്കത് അനുഭവപ്പെട്ടിട്ടുണ്ടാകും ആദ്യമായിട്ടൊക്കെ തയ്ക്കുന്നവർക്ക്. അതുകൊണ്ടാണ് നമ്മൾ അതുപോലെ ചെയ്തത്. ഇനി നമ്മൾ ആദ്യം ബാൻഡ് തയ്ക്കുമ്പോൾ നിങ്ങൾക്ക് രണ്ടാമത്തെ ബാൻഡിന്റെ സ്റ്റിച്ചിങ് തുടങ്ങുമ്പോൾ നമ്മൾ കാണിച്ചു വന്നിരുന്നു. 2 ബാൻഡും 2 സൈഡിലുള്ളതായി കറക്റ്റായി കിട്ടുവാൻ ചെയ്യേണ്ട ആ ഒരു മാർഗം. അതായത് ഫ്രണ്ട് ഭാഗത്ത് സ്റ്റിച്ചിങ് തുടങ്ങി സൈഡ് ഭാഗത്ത് നിർത്തുക, രണ്ടാമത്തെ സ്റ്റിച്ചിങ് സൈഡ് ഭാഗത്ത് തുടങ്ങി ഫ്രണ്ട് ഭാഗത്ത് നിർത്തുക. ഇനി നമുക്ക് ഇവിടെ കണ്ടോ, അതുപോലെ ചെയ്തതുകൊണ്ട് തന്നെ നമുക്കിവിടെ കറക്റ്റായിട്ട് നമുക്ക് 2 സൈഡിലുള്ള ബാൻഡായിട്ട് നമുക്ക് കറക്റ്റ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതുപോലെ നിങ്ങൾ സ്റ്റിച്ച് ചെയ്തിരുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് 2 ബാൻഡ് കിട്ടുക ഒരേ സൈഡിൽ, ഒന്നിക്കിൽ ഇടതുവശത്തുള്ള കണ്ടോ ഇതുപോലെ ഒരേ സൈഡിലുള്ള ബാൻഡായിരിക്കും നിങ്ങൾക്ക് കിട്ടുക. ഒരിക്കലും നിങ്ങൾക്ക് ബാൻഡിൻ്റെ നല്ല വശം ഇതുപോലെ മുകളിൽ കിട്ടില്ല. അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്കത് കമൻറ്റായി രേഖപ്പെടുത്താം. വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക.